ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവർകളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഖുർആൻ മനുഷ്യകുലത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൗഫീഖ് നൽകിയ നാഥന് സർവസ്തുതി, അൽഹംദുലില്ലാഹ്. ബഹുമാന്യരെ, പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകരും ഒരു കാട്ടാള സമൂഹം ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാകില്ല. അപരിഷ്കൃതരും പരുക്കൻ പ്രകൃതക്കാരുമായ ഒരു ജനവിഭാഗമായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതർ. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകകളാക്കിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോക ജനതയ്ക്ക് നന്മയുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാ നിലയിലും അരാജകത്തിലൂടെ ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനഭാരം നിമിത്തം കുഴിച്ചുമൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം. സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനഭാരം നിമിത്തം കുഴിച്ചുമൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം. അയൽവാസിയുടെ വീട്ടിൽ തന്റെ ഒട്ടകം കിടന്നാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന യുദ്ധക്കഥയന്മാരായ ജനത ജീവിതത്തിൽ കള്ളുകുടിയും പെണ്ണുപിടിയും അടിപിടിയും മാത്രം ലക്ഷ്യമാക്കുകയും അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അക്രമവും എന്ത് അസഭ്യവും വിളിച്ചു പറയാൻ സമൂഹത്തെ കൊണ്ട് ഖുർആൻ നക്ഷത്ര തുല്യരാക്കി സംസ്കരിച്ചുദ്ധരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃകാ പുരുഷരാക്കി മാറ്റി. ദൈവത്യവും തച്ചന്യമായ അനാചാരങ്ങളും കീഴടക്കിയ കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം എണ്ണമറ്റ വിഗ്രഹങ്ങൾ അവയെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരങ്ങൾ നിഷ്കാസനം ചെയ്യുന്നതിന് ശുദ്ധ ഖുർആൻ സ്വീകരിച്ചത് ഏറ്റവും ഉദാത്തമായ മാർഗമായിരുന്നു. എന്ന വിശ്വപ്രഖ്യാപനം നടത്തി. നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മുഖത്തടിക്കാൻ ഖുർആനിൽ നിന്നും സാധിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.